നമസ്കാരം. ലോകം വളരെ ഭീതിയോടുകൂടി തന്നെയാണ് ഇറാൻ അമേരിക്ക സംഘർഷത്തെ നോക്കിക്കാണുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതൊരു മേഖലാ വാറായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. റഷ്യയുടെ ഒരു പ്രതികരണമൊക്കെ അത് വളരെ കൃത്യമാണ്. ഇറാനെ തൊട്ടാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും, അത് തീ കൊണ്ടുള്ള കളിയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം റഷ്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. എന്തായാലും ലോകം വളരെ ഭീതിയോടുകൂടി നോക്കിക്കാണുന്ന ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചിരിക്കാൻ വക നൽകുന്ന ചില വാർത്തകൾ കൂടെ ഇന്നലെ മുതൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ട്രംപുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ചില ആളുകൾക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ വിഷമം തോന്നാനുള്ള സാധ്യതയുണ്ട്. വിഷമം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. ഇത് അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയാണ്. അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളായിട്ടുള്ള വാഷിംഗ്ടൺ പോസ്റ്റും അതുപോലെ തന്നെ ആക്സിയോസും ഒക്കെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഈ വാർത്ത നിഷേധിച്ച് ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് അമേരിക്കയുടെ സംയുക്ത സൈനിക മേധാവി പറയുന്നത് ഇറാനെ ആക്രമിക്കാൻ പോകുന്നത് വിവരക്കേടാണ്, ആക്രമിച്ചാൽ അമേരിക്കക്ക് തിരിച്ചടി കിട്ടും, പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന വിധത്തിലുള്ളതാണ്. അതായത് സഖ്യകക്ഷികളായിട്ടുള്ള സൗദി അറേബ്യ, UAE, അതുപോലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ഇവരൊക്കെ ഇറാനെ ആക്രമിക്കുന്നതിനെതിരാണ്. അവരുടെ മണ്ണോ ആകാശമോ ജലമോ വിട്ടു നൽകില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. നിലത്തു നിൽക്കാൻ കഴിയാതെ എങ്ങനെയാണ് ഒരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത് വിജയിക്കാൻ കഴിയുക? വെള്ളത്തിൽ കിടന്ന് അഭ്യാസം കളിച്ചിട്ടൊന്നും അധികം കാര്യമില്ല. 2 വിമാനവാഹിനി കപ്പലുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. ഇറാനെ പോലുള്ള ഒരു രാജ്യത്തെ നേരിടാൻ ഒരുങ്ങുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ വേണം. അതില്ലാത്ത സാഹചര്യത്തിൽ യുദ്ധത്തിനിറങ്ങുന്നത് വിവരക്കേടാണ് എന്നാണ് സംയുക്ത സൈനിക മേധാവി വ്യക്തമാക്കിയത്. ഈ വാർത്ത പുറത്തുവിട്ടത് വാഷിംഗ്ടൺ പോസ്റ്റും അതുപോലെ തന്നെ ആക്സിയോസുമാണ്. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ട്രംപിന്റെ സ്ഥിരം ചില അഭ്യാസ പ്രകടനങ്ങളുണ്ട്. അത് തന്നെയാണ് ഇവിടെ ചിരിക്കാൻ വക നൽകിയത്. ട്രംപ് പറയുന്നത്, ഞാനാണ് അമേരിക്കയുടെ പ്രസിഡന്റ്, ഞാൻ ഉത്തരവിടും, സൈനിക മേധാവി അതങ്ങ് ചെയ്താൽ മതി. അതായത് സ്വന്തം സൈനിക മേധാവിയെ അദ്ദേഹത്തിന്റെ കൂടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് താനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ട്രംപിന്റെ ഒരവസ്ഥ വല്ലാത്ത അവസ്ഥ തന്നെയാണ്. മറ്റൊന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ ഒരു പൊതുപരിപാടിക്കിടെ നടത്തിയ ഒരു പരാമർശമാണ് ചിരിക്കാൻ വക നൽകിയിട്ടുള്ളത്. അതായത് എന്റെ സുഹൃത്ത് മോദി ഇസ്രായേലിലേക്ക് എത്തുകയാണ്, 2 ദിവസം ഇവിടെ ചെലവഴിക്കും. അദ്ദേഹം വന്നതിന് ശേഷം തീവ്രവാദത്തിനും ഭീകരവാദത്തിനും വർഗീയവാദത്തിനും ഒക്കെ എതിരെ ഞങ്ങൾ ഒരുമിച്ച് പോരാട്ടം നടത്തും എന്നാണ് ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഒരു പരാമർശം. ഏതായാലും ഇവിടെ ഗസയിലെ പട്ടിണിപ്പാവങ്ങളെ, സ്ത്രീകളെ, കുട്ടികളെ നിർദാക്ഷിണ്യം കൊന്നുതള്ളിയ ലോകം തന്നെ, ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി തന്നെ ഒരു ക്രിമിനലാണെന്ന് പറഞ്ഞ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹു ഇത് പറയുന്നത്. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അമേരിക്കയും ഇസ്രായേലും അവരുടെ കൂട്ടാളികളും പഠിച്ച പണി 18 നോക്കിയിട്ടാണ് ഇറാനെതിരെ അവർ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. മറ്റു പല വഴികളിലൂടെയും ഇറാനിലെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. അതൊന്നും നടപടിയായില്ല. പ്രക്ഷോഭം ഉണ്ടാക്കി, ചാരന്മാരെ വിട്ടു. ഈ ചാരന്മാരെ ഒക്കെ ഇപ്പോഴും ഇറാൻ തൂക്കിലേറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അവർ കുറച്ച് കുട്ടികളെ വെച്ചുള്ള ഒരു കളിയാണ് കളിക്കുന്നത്. അതായത് വിദ്യാർത്ഥികളെ തെരുവിലിറക്കി പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു. അതായത് വലിയവര് നോക്കിയിട്ട് ഒന്നുമായിട്ടില്ല, എവിടെയും എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കുട്ടികളെ വെച്ചുള്ള ഒരു കളിക്ക് ഇസ്രായേലും അമേരിക്കയും ഒക്കെ തയ്യാറായിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഇറാന് കഴിയും. അതവർ കൃത്യമായി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇപ്പോൾ പ്രചരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ട്രംപിന്റെ പേരിൽ ഒരു സന്ദേശം ഇറാനികൾക്ക് എത്തുന്നു. അവരുടെ ഭാഷയിലാണ് ഈ സന്ദേശം പ്രചരിക്കുന്നത്. അതായത് ട്രംപ് പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവനാണ്, ട്രംപ് ഉണ്ട് കൂടെ, നിങ്ങൾ ധൈര്യമായി ഭരണകൂടത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെടുക, കൃത്യമായി അമേരിക്കയുടെ സഹായം എത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇറാനിൽ. ഇത് കേട്ട നേരത്തെ പ്രക്ഷോഭത്തിന് ഇറങ്ങിയ മേലേക്ക് പോവാത്ത കുറച്ച് ആളുകളിലും ബാക്കിയുണ്ടല്ലോ, അവരൊക്കെ പറയുന്നത് ശരി, ഒരുപാട് കേട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ, അതിനൊക്കെ ഉള്ളത് കിട്ടി, ഇനി നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് ഇറങ്ങാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി പണി കിട്ടിയവരൊക്കെ അത് മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. എന്നാൽ കുട്ടികൾ ഇപ്പോൾ ഇറങ്ങി പ്രക്ഷോഭം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ട്രംപിന്റെ ഈ വാക്ക് കേട്ടായിരിക്കാം. എന്തായാലും ട്രംപാണ് പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ അവിടെയും ചിരിക്കാൻ വകയുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്നാണ് ട്രംപ് പറയുന്നത്. ഇദ്ദേഹം ഈ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള ഈ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ അദ്ദേഹം പറഞ്ഞ വാക്ക് എവിടെയും അദ്ദേഹം പാലിച്ചിട്ടില്ല. ഇറാനെ തൊടാൻ ഇതുവരെ ട്രംപ് ധൈര്യം കാണിച്ചിട്ടില്ല. എന്തായാലും തൊട്ടാൽ അത് തിരിച്ചടിയാകും എന്ന് ട്രംപിന്റെ സംയുക്ത സൈനിക മേധാവി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ
ട്രംപിന്റെ പേരിൽ പ്രചരിക്കുന്ന ഈ ഒരു സന്ദേശം കൂടെ നമുക്ക് ചിരിക്കാൻ വക നൽകുന്നതാണ് എന്നുള്ളതാണ് ഇന്നലെ മുതലുള്ള വാർത്തകൾ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായത്.